ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. കൊച്ചി നിയോജക മണ്ഡലത്തിൽ UDF ചരിത്രപരമായ വിജയത്തിലേക്ക് മുന്നേറുന്നതായി UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ്. കൊച്ചി നിയോജക മണ്ഡലത്തിൽ UDF ചരിത്രപരമായ വിജയത്തിലേക്ക് മുന്നേറുന്നതായി UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കൊച്ചി നിയോജക മണ്ഡലത്തിൽ UDF ചരിത്രപരമായ വിജയത്തിലേക്ക് വരും. ഇന്ന് പോളിംഗ് ദിനത്തിൽ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും 50%-ലധികം പോളിംഗ് പല ബൂത്തുകളിലും ഭൂരിഭാഗം ബൂത്തുകളിലും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജനങ്ങൾ ഈ ഏപ്രിൽ 9-ാം തീയതിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. കാരണം ഈ തീയതി എത്തുന്ന ദിവസം അവർ പോളിംഗ് ബൂത്തിലേക്ക് വരാനായി ധൃതി പിടിച്ച് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കഠിനമായ വേനലിലും അവർ എല്ലാ ചൂടുകളെയും അതിജീവിച്ചുകൊണ്ടാണ് അവർ ഈ പോളിംഗ് ബൂത്തിലേക്ക് വന്നത്. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഈ വിദ്വേഷം നിറഞ്ഞ ചൂടിനെ തണുപ്പിക്കാനായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഇന്ന് അഴിമതിയും കെടുകാര്യസ്ഥതയും മാത്രമല്ല, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന RSS BJPയുമായി കൂടിച്ചേർന്നിട്ടുള്ള CPMൻ്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം കൂടിയാണ്. അതിനപ്പുറത്ത് 10 വർഷക്കാലത്തെ ജനവിരുദ്ധ നയങ്ങൾ, ജനങ്ങൾക്കെതിരായിട്ടുള്ള സമീപനങ്ങൾ, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, സാധാരണക്കാരും ഇടത്തരക്കാരുമായിട്ടുള്ള ആളുകൾക്ക് ജീവിതം ദുരിതപൂർണമാക്കിയ സാഹചര്യങ്ങൾ, ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രതിപക്ഷം മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ വരെ ഈ സർക്കാരിനെതിരായി വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഷയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയിലും അദ്ദേഹത്തിൻ്റെ സമീപനത്തിലുമൊക്കെ ഒരു ഏകാധിപതിയുടെ ഭാഷയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഏകാധിപതി വേണ്ട എന്നുള്ളതാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിലേക്ക് ജനാധിപത്യ കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കൊച്ചി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 10 വർഷക്കാലം ഈ നാടിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി കുടിവെള്ളം പോലും 10,000-കണക്കിന് ആളുകൾക്ക് ലഭ്യമല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ നീതിപൂർവമല്ലാത്ത പ്രവർത്തനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മനുഷ്യത്വം നിറഞ്ഞ ഒരു പ്രവർത്തനം പോലും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് കൊച്ചിക്കാർക്ക് ഉണ്ടായിട്ടില്ല. ഒരുവെള്ള ഭീഷണിയും കടലാക്രമണവും തീരദേശ ഹൈവേയുമായിട്ടുള്ള ആശങ്കകളും ടൂറിസത്തിലെ തകർച്ചകളും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഇല്ലാത്ത കാര്യത്തിലും നമ്മുടെ ആശുപത്രികളുടെ ശോചനീയാവസ്ഥയും ഒക്കെ ഇന്ന് ഈ നാടിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളാണ്. ജനം ഓരോ ദിവസവും ബന്ധപ്പെട്ട് പോകുന്ന ജനങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അവർക്കൊരു അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഈ മേഖലകളിലൊക്കെ അവർക്ക് തീരാ നഷ്ടം മാത്രമാണ്. ആ ദുഃഖം നികത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തിന് വിനിയോഗമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. UDF ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക്. പോളിംഗ് ദിനത്തിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ പല ബൂത്തുകളിലും 50%-ലധികം വോട്ടിംഗ് രേഖപ്പെടുത്തി. കഠിനമായ വേനലും മറികടന്ന് വലിയ തോതിൽ വോട്ടർമാർ ബൂത്തിലേക്കെത്തി. ഭരണത്തിനെതിരായ ജനങ്ങളുടെ ശക്തമായ പ്രതികരണമാണെന്ന് UDF സ്ഥാനാർത്ഥി വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ ജനവിരുദ്ധ നയങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, ജീവിത ചെലവ് വർധനവ് എന്നിവ ജനങ്ങളെ ബാധിച്ചതായും ആരോപിച്ചു. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം, കടലാക്രമണ ഭീഷണി, തീരദേശ ഹൈവേ ആശങ്കകൾ, ടൂറിസം മേഖലയിലെ ഇടിവ്, ആരോഗ്യ കായിക സൗകര്യങ്ങളുടെ കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിലവിലെ ഭരണകൂടം പരാജയപ്പെടുന്നുവെന്നും വിമർശനം ഉയർന്നു. ജനാധിപത്യ അവകാശമായി വോട്ട് ഉപയോഗിച്ച് മാറ്റത്തിന് ജനങ്ങൾ തയ്യാറായിരിക്കുകയാണെന്നും UDF ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വരുമെന്നും UDF സ്ഥാനാർത്ഥി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.